പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനം നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാളാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് പ്രത്യേകമാം വിധത്തിൽ നേരുകയാണ്. നമ്മുടെ കർത്താവ് പ്രകാശത്തിൻ്റെ 4-ാം രഹസ്യത്തിലല്ലേ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട നമ്മുടെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇന്ന് പ്രത്യേക ഒരു കാര്യം നിങ്ങളോട് പ്രാർത്ഥന സഹായമുള്ളത്, നമ്മുടെ പഴുവിൽ ഫൊറോനയിലെ വൈദികർ എല്ലാ മാസവും നമ്മുടെ അച്ഛന്മാർക്ക് മാസധ്യാനം എന്ന് പറഞ്ഞൊരു വചന ശുശ്രൂഷ, കുമ്പസാരം, ആരാധന, മീറ്റിംഗ്, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്ന് കിഴിപ്പള്ളിക്കര, സാധാരണ പഴുവിൽ ഫൊറോന പള്ളിയിലാണ് നടത്താറുള്ളത്. ഇത്തവണ അത് കിഴിപ്പള്ളിക്കര ഇടവകയിൽ, അച്ഛൻ്റെ ഇടവക പള്ളിയിലാണ് അത് നടത്തുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തേക്കണം കേട്ടോ. വരുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശദീകരണത്തിന്റെ വ്യാഴാഴ്ചയാണെന്ന് അറിയാലോ, 10 ആഴ്ചകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വ്യാഴാഴ്ച വരാനെന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മിക്കും. വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്, ധൈര്യമായിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ പിന്നത്തെ ആഴ്ചയാണ് കേട്ടോ, 15-ാം തീയതിയാണ് നമ്മുടെ താമസമുള്ള ധ്യാനം. നമ്മളത് വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ അതിൻ്റെ ബ്രോഷർ, നോട്ടീസ് നമ്മൾ പബ്ലിഷ് ചെയ്യും. നിങ്ങൾ സാധിക്കുന്നിടത്തോരൊക്കെ പറയണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജെറമിയ 17:8. അവിടെ വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. വചനം പറയാണ്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അച്ഛാ, ഇച്ചിരി വലിയ വചനാണെന്നല്ലേ? പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾ പഠിച്ചോ? ഇത് പ്രിയ സഹോദരങ്ങളെ, ഏത് നമ്മുടെ എത്ര വലിയ പ്രതികൂലാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കും. അത് ദൈവത്തിൽ, അത് വചനം പറയുന്നത് ഇങ്ങനെയാണ്, 7-ാമത്തെ വാക്യമാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. തുടർന്നാണ് പറയുന്നത്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവനെ വേനലെന്നോ വരൾച്ചയെന്നോ അവനെ സംബന്ധിച്ച് ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം അവൻ ആശ്രയിക്കുന്നത് അവന്റെ ദൈവത്തിലാണ്. നീ ആശ്രയിക്കുന്നത് നിന്റെ ദൈവത്തിലാണ് എന്ന് നിനക്ക് പറയാൻ പറ്റൂ. ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ വിശ്വാസം നാമമാത്രമായിട്ടൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് വചനവും പരിശുദ്ധ കുർബാനയും ഇതിനോടൊക്കെ ഞാൻ എത്രമാത്രം, അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം, ഇതിനോടൊക്കെ ഞാൻ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. പ്രത്യേകിച്ച് കർത്താവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ദിനത്തില് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ യാന്ത്രികമായിട്ട് ചെയ്താൽ പോലെ എല്ലാ കാര്യത്തിലും ഒരു ഉണർവുണ്ടാകണം, ഒരു ഉഷാറുണ്ടാകണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ഈ ദിവസങ്ങൾ ചൊല്ലിയിട്ട് വേണം വരുന്ന വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വരാനായിട്ട്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.